അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ വളരെ ഒരു ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കൗലാചാരത്തിൽ അല്ലെ കൗളത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള യക്ഷി, ഗന്ധർവൻ, ചാത്തൻ, വിഷ്ണുമായ, അപ്പം ഇത്തരം ആരാധനാ വിഷയങ്ങൾ. അപ്പോൾ ഇത്തരം ആരാധനാ വിഷയങ്ങളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു വേറിട്ട രീതികൾ പലരും അവലംബിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇതേക്കുറിച്ച് ഇത്തരം ആരാധനാ പദ്ധതികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം ആർക്കും ഒരു ദേവതയെ, ഈ പറയുന്ന ഒരു ശക്തി വിശേഷത്തെ നിഷ്പ്രയാസം പ്രീതിപ്പെടുത്തുകയും അതിനുശേഷം അവർക്ക് അതുവഴി ഈവൻ അവരെ ആശ്രയിക്കുന്ന ആളുകൾക്കെല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമാണോ? അതിൽ ഭാഗികമായ സത്യങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും കലർന്ന ഒരു പശ്ചാത്തലമാണ് ഈ പറഞ്ഞ വിഷയത്തിനുള്ളത്. കാരണം ഇപ്പം ചാത്തൻ പോലുള്ള ദേവതകൾ ക്ഷിപ്രപ്രസാദികളാണെന്നുള്ളത് വ്യക്തമായ തന്ത്രശാസ്ത്ര സമ്മതിയുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ക്ഷിപ്രപ്രസാദത്തിൻ്റെ മറുപുറമുണ്ട്, ക്ഷിപ്രകോപമുണ്ട്. ക്ഷിപ്രകോപം കൂടിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. അതെ. അപ്പോൾ ഗന്ധർവൻ പോലുള്ള ദേവന്മാർ വാസ്തവത്തിൽ അത്ര ക്ഷിപ്രപ്രസാദികളല്ല, ക്ഷിപ്രകോപികളുമല്ല. അവർ വളരെ ദീർഘമായ, എന്നാൽ പ്രസാദിച്ചാൽ വളരെ ശ്രീത്വം നൽകി അനുഗ്രഹിക്കുന്നവരുമാണ്. ഈ ഓരോ ദേശബന്ധം ഓരോ ദേവതാരാധനയ്ക്ക് പൊതുവിൽ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ തെയ്യം തെക്കൻ കേരളത്തിലില്ലല്ലോ, കണ്ണൂർ കാസർഗോഡ് ഏരിയയിലല്ലേ തെയ്യമുള്ളൂ. അതുപോലെ ഗന്ധർവ പൂജയ്ക്ക് ദേശപരമായ ബന്ധം ചേർത്തല, ആലപ്പുഴ ഭാഗങ്ങളാണ്. അവിടെ മിക്ക കുടുംബക്ഷേത്രങ്ങളിലും ഗന്ധർവ സന്നിധികൾ ഉണ്ടാവാറുണ്ട്. മുഖ്യമായിട്ടോ ഉപദേവതയായിട്ടോ മിക്കയിടത്തും ഗന്ധർവൻ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ അതൊരു ശ്രീദായിക ദേവനായിട്ട് അനുഗ്രഹിച്ച് തന്നെ നിൽക്കുന്നതായിട്ടാണ് അനുഭവം. അതിൻ്റെ ഉപാസനാ വിഷയത്തിലേക്ക് ഗന്ധർവൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ക്ഷിപ്രപ്രസാദിയല്ല. അതൊരു ശുദ്ധദേവനെ ഉപാസിക്കുന്ന നിഷ്ഠകളോടുകൂടി തന്നെ ഉപാസിക്കേണ്ടതും, എന്നാൽ ഉപാസനകളൊന്നും നിസ്സാരമായിട്ട് ത്യജിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ദേവനാണ്. അത് ഒരു പ്രത്യേക, അതൊരു ഉപവിദ്യയാണ്, മഹാവിദ്യയല്ല. മോക്ഷം നൽകാൻ ശക്തനായ ദേവനല്ല. പക്ഷേ ശുദ്ധദേവന്മാരുടെ ഉപവിദ്യയായിട്ട് വരുന്ന ദേവൻ തന്നെയാണ് ഗന്ധർവൻ. പദത്തിനർത്ഥം തന്നെ ഗാം ധാരയതി ഇതി ഗന്ധർവ, ഗാനത്തെ ധരിക്കുന്നത് ആരോ അത് ഗന്ധർവൻ. അപ്പോൾ ഗാനത്തെ ധരിക്കുക, ഗന്ധർവ ബാധ ഒരാൾക്കുണ്ടായാൽ തന്നെ അയാളുടെ ലക്ഷണങ്ങളായിട്ട് ഗ്രന്ഥത്തിൽ പറയുന്നതും അയാൾ എപ്പോഴും ശുചിയായിരിക്കും, എപ്പോഴും സുഗന്ധങ്ങൾ പൂശും, സുഗന്ധ പുഷ്പങ്ങൾ ചൂടും, മനോഹരമായി പുഞ്ചിരിക്കും, മനോഹരമായി പാടും. ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ തന്നെ അതിനകത്തൊരു സാത്വിക ബന്ധവും ശുദ്ധതയുടെ ബന്ധവും സ്വാഭാവികമായിട്ടും ഈ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഊഹിക്കാവുന്നതാണല്ലോ. അതുപോലെ ഗന്ധർവൻ അതുപോലെ ക്ഷിപ്രപ്രസാദിയല്ല, അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അതിൻ്റെ ധ്യാനത്തിൽ തന്നെ പൂർവപുണ്യൈക ലഭ്യ എന്ന് തന്നെയാണ്, പൂർവപുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവൻ എന്നാണ് ധ്യാനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗന്ധർവ ചിന്തിതർത്ഥാൻ കലയതു നിതരാം പൂർവപുണ്യൈക ലഭ്യ. ഗന്ധർവൻ ചിന്തിക്കുന്ന അർത്ഥത്തെ പെട്ടെന്ന് തന്നെ, കലയതു നിതരാം പെട്ടെന്ന് തന്നെ തരുന്നവനും പൂർവപുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവനും എന്നാണ് ഗന്ധർവനെ. അതിൻ്റെ ധ്യാന ശ്ലോകത്തിൽ വിശ്രവസ മഹർഷി, വിശ്രവ ഋഷിയാണ് അതിൻ്റെ ഋഷിയായിട്ട് വരുന്നത്, വിശ്രവസ മഹർഷി വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഗന്ധർവൻ അങ്ങനെ നിസ്സാരമായിട്ട് അങ്ങ് സ്വാധീനിക്കാൻ കഴിയുന്നൊരു ദേവനല്ല. അതൊരു ശുദ്ധ ദേവതയുമാണ്. അപ്പോൾ ഗന്ധർവൻ്റെ ഉപാസനയുടെ ഒരു രീതികൾ അതാണ്. ചാത്തൻ സ്വാമിയാണ് ഇപ്പം പ്രസിദ്ധമായ മറ്റൊരു വിഷയം. അതെ. ചാത്തൻ സ്വാമി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. ചാത്തനെ സാത്വികമായിട്ടും രാജസമായിട്ടും താമസമായിട്ടും ഉപാസിക്കുകയും ചെയ്യാം. 3 ക്രമത്തിലും ചാത്തൻ്റെ ഉപാസനകളുണ്ട്. ഓക്കെ. ദ്രാവിഡമായ ഭാഷാമന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള താമസബന്ധമുള്ള തമോഗുണപ്രധാനമായ ഉപാസനാക്രമങ്ങളാണ് ക്ഷിപ്രപ്രസാദിത്തേക്കാൾ ക്ഷിപ്രഫലദായകത്വം കണ്ടുവരുന്നത്. നമ്മുടെ ഒരു നാടൻ അല്ലെങ്കിൽ നാട്ടുമന്ത്രവാദത്തിൽ പറയുന്ന വാക്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മലയാള മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ശൈലികളും
പൂജകളും അതിൻ്റെ ക്രമത്തിലുള്ള സമർപ്പണങ്ങളും ഒക്കെ ചാത്തൻ്റെ ക്രമത്തിൽ ഏറ്റവും ക്ഷിപ്രഫലദായകത്വം കണ്ടുവരുന്നുണ്ട്. എന്നാൽ രാജസമായിട്ടും പൂർണ്ണ സാത്വികമായിട്ടും തന്നെയും ചാത്തനെ ഉപാസിക്കാം. അതിൻ്റെ ഒരു ഫലം എന്നാലും ചാത്തൻ വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് തന്നെ പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ചാത്തനാണ്. ചാത്തനാണ്. അദ്ദേഹം പിണങ്ങിയാൽ മഹാപിണക്കമാണ്. കുട്ടികളുടെ സ്വഭാവമാണെന്നാണ്. അപ്പോൾ പിണങ്ങിയാൽ കുട്ടികൾ പിണങ്ങുന്ന പോലെ തന്നെ ഒരു ഗതിയില്ലാത്ത പിണക്കം പിണങ്ങും. പിന്നെ തന്നെയല്ല, ചാത്തൻ്റെ ഉപാസന തുടങ്ങിയാൽ ആ ഉപാസനാ ബിംബവും ഉപാസനാ പദ്ധതിയും മന്ത്രങ്ങളും ആരെങ്കിലും ഏൽപ്പിച്ചല്ലാതെ മരിക്കാൻ പറ്റാറില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അത് വേറൊരാളെ ചാത്തനെ ഏൽപ്പിച്ചില്ലെങ്കിൽ അതുവരെ കിടന്ന് നരയിക്കും. അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഈ ചാത്തൻ സേവ അല്ല വിഷ്ണുമായ സേവ ഉപാസന ചെയ്യുന്നവർക്കിടയിലുള്ള ഒരു ധാരണയാണ് പൊതുവിൽ, അതായത് ചാത്തൻ സേവയുടെ കൂട്ടത്തിൽ ഭദ്രകാളി അല്ലെ പാർവതി ദേവിയുടെ ഉപാസന കൂടി ചെയ്താൽ, അല്ലെങ്കിൽ പ്രതിഷ്ഠ കൂടി ചെയ്ത് ദേവിയെ കൂടി ആരാധിച്ചാൽ അമ്മ മകൻ ബന്ധം എന്നൊരു രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് ചാത്തനുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ദേവിയെ മധ്യസ്ഥം നിർത്തി ചെയ്യിച്ചെടുക്കുക എന്നുള്ളൊരു ചിന്ത. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നൊരു സമയത്ത് ചാത്തൻ കൂടുതൽ പിണങ്ങത്തില്ല എന്നും കൂടുതലൊരു ഉപദ്രവകാരിയാകത്തില്ല, അല്ലെങ്കിൽ ദേഷ്യക്കാരനാകില്ല എന്നൊക്കെയുള്ള ഒരു വിശ്വാസങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരി? അനുഭവത്തിലല്ല. അനുഭവത്തിൽ ചാത്തൻ പിണങ്ങിയത് തന്നെയാണ്. ആരുണ്ടെങ്കിലും, മക്കളാണെങ്കിലും അമ്മയോട് പിണങ്ങാമല്ലോ. അതുകൂടാതെ ഇപ്പോൾ ചാത്തൻ്റെ തറവാട് എന്ന് പറയുന്നതാണ് കാട്ടുമാടസില്ലം. മലപ്പുറം. അവരുടെ മുഖ്യ കുലദേവത പള്ളിക്കുന്ന് ഭഗവതിയും പിന്നെ അകത്തിരിക്കുന്ന ഭദ്രകാളിയാണ്. നടുമുറ്റത്തിരിക്കുന്ന ഭദ്രകാളിയും കണ്ണൂർ പള്ളിക്കുന്നിലിരിക്കുന്ന വനദുർഗയാണ് അവരുടെ വനദുർഗയും ഭദ്രയും. ഇവര് 3 പേരും അവരുടെ മുഖ്യ ഭരദേവത. അവര് മുറ്റത്താണ് ചാത്തൻ്റെ പ്രതിഷ്ഠ തന്നെ. പ്രതിഷ്ഠയായിട്ടില്ല, ഒരു മാവിന്റെ പ്ലാവിന്റെ ചുവട്ടിലൊരു സങ്കല്പമാണ്. അവിടെയാണ് ചാത്തൻ്റെ പൂജകൾ. എന്നിട്ട് പോലും അവിടെ ഒരു 95% ആണുങ്ങൾ 60 തികയ്ക്കത്തില്ല. 60 വയസ്സാവുന്നതിന് ഇപ്പോൾ മരിക്കും. അപ്പോൾ 95% ആണുങ്ങളും 60 ആവുന്നതിന് മുമ്പ് മരിക്കും. അത് പറയുന്നത് ചാത്തൻ്റെ തറവാടാണ്. ഇവിടെ ആണുങ്ങൾ 60 തികയ്ക്കില്ല എന്നാണ്. അപ്പോൾ അവരുടെ മുഖ്യ കുലദേവതയും മുഖ്യോപാസനയൊക്കെ ഭദ്രയും വനദുർഗയൊക്കെയാണ്. എന്നിട്ടും അങ്ങനെ തന്നെയാണ് അവിടെ. അല്ല, ഈ 60 തികയ്ക്കാത്തതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം, അത് ചാത്തനെ ഉപാസിച്ചാൽ അങ്ങനെ വരും എന്നൊരു പദ്ധതി കേട്ടിട്ടുണ്ട്. അതായത് ഉപാസന ശക്തമാണെങ്കിൽ ഒരു അധികം വാർദ്ധക്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. അല്ല, 60-ന് മുമ്പ് മരിച്ചു തന്നെയാണ് കാണാറ്. ഈ ചാത്തൻ സേവാ മഠങ്ങളിലെയും മറ്റേ തൃശ്ശൂരുള്ള ചാത്തൻ സേവാ മഠങ്ങളിലെയും മിക്ക ആണുങ്ങളും 99% ആണുങ്ങളും 60-ന് മുമ്പ് മരിച്ചാണ്. അതിന്റെ പിന്നിലുള്ള ഒരു അത് ചാത്തൻ സേവയുടെ ഒരു പ്രത്യേകതയാണ്. ദീർഘായുർയോഗം ഉണ്ടാവില്ല എന്നുള്ളത്, മധ്യായുസിൽ അവസാനിക്കും എന്നുള്ളത്. പക്ഷെ അതിനുള്ളിൽ തന്നെ അവർ അടുത്ത അവകാശിയെ കണ്ടെത്തുകയും വേണം. ഇല്ലെങ്കിൽ അവർക്കൊരു ഇല്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മരണം സംഭവിച്ചാൽ ഒരു മരണാനന്തര യാത്രകൾ പ്രയാസമാവും. അപ്പോൾ അതേപോലെ ഇപ്പം മറ്റ് പലരും, കാരണം ഞാനിത് ചോദിക്കുന്നത് കുറച്ചുകൂടെ ഒരു ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ് ഇത് ചോദിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തുന്നത്, ഏറ്റവും കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തി ഒരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശത്രു സംഹാരം, ശത്രുദോഷം, വശ്യം, ഉദ്ദേശിക്കുന്ന കാര്യലാഭം. അപ്പം അതിനായിട്ട് ചിലർ പറയുന്നത്, എനിക്ക് യക്ഷിണിയുടെ പ്രീതിയുണ്ട്, സിദ്ധിയുണ്ട്, എനിക്ക് കർണപിശാചിനി എനിക്കെല്ലാം പറഞ്ഞു തരും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഒരാൾ യക്ഷിയെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തി യക്ഷി പ്രത്യക്ഷപ്പെട്ടാൽ ഒരുപക്ഷെ അയാൾക്ക് ശിഷ്ടകാലം ഒരു ഏകപത്നി വ്രതം പോലെ ഈ യക്ഷിണിയുടെ കൂടെയൊക്കെ താമസിക്കേണ്ടി വരുമെന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അതേപോലെ ഈ കർണപിശാചിനിയും സമാനമായിട്ടുള്ള രീതികളിലുള്ള ഒരു ഉപാസനാ പ്രക്രിയകൾ അവർ പിന്നെ പിന്തുടരുന്നുണ്ടെന്നും അത് ഇല്ലാതാകുന്ന പക്ഷം ഇവരെ തന്നെ ഈ ശക്തി വിശേഷങ്ങൾ ഇല്ലാതാക്കുമെന്നും, അത് തന്നെയല്ല ഈ കർണപിശാചിനി ആയിക്കോട്ടെ, യക്ഷിണി ആയിക്കോട്ടെ, ഇത്തരം ശക്തിവിശേഷങ്ങൾ അത്ര പെട്ടെന്നൊരാൾക്ക് പ്രത്യക്ഷമാക്കാനോ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനോ സാധിക്കത്തില്ല എന്നും
ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ആശ്രമം അല്ലെ ഫേസ്ബുക്ക് ആശ്രമം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം സിദ്ധന്മാരാണ്. അപ്പോൾ ഇതേക്കുറിച്ച് എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? എൻ്റെ വിനീതമായ അഭിപ്രായം, യക്ഷിണീ സാധനങ്ങൾ ചാത്തൻ്റേതുപോലെ തന്നെ സാത്വിക രാജസ താമസ ഭേദങ്ങളോടുകൂടി പല വിധത്തിലുണ്ട്. അതിൽ ജൈനതാന്ത്രികന്മാരാണ് യക്ഷിണീ സാധനങ്ങളിൽ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ട് അറിയപ്പെട്ടിരുന്നത്. ജൈനന്മാർ. ഇപ്പം ജൈനമതത്തിൽ ആ യക്ഷിണി സാധനങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. മുൻപ് ഉണ്ടായിരുന്ന ജൈനതാന്ത്രികന്മാർ ഇതിൻ്റെ ഒരു മറുകര കണ്ട ആൾക്കാരായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് യക്ഷിണീ സാധനങ്ങളുടെ. ഈ യക്ഷിണി എന്ന് പറയുന്നത് തന്നെ ഇത് ഒരു 200-300 പദ്ധതികൾ മന്ത്രമഹോധതിയിൽ കിടപ്പുണ്ട്. ത്രോതതന്ത്രം, ത്രോതോത്തരതന്ത്രം എന്നീ ഗ്രന്ഥങ്ങളിലും ധാരാളമായിട്ട് യക്ഷിണീ പദ്ധതികൾ കിടപ്പുണ്ട്. ഈ യക്ഷിണീ പദ്ധതികളിലൊക്കെ തന്നെ സാത്വിക രാജസ താമസ ഭേദങ്ങളും ഉണ്ട്. ശുദ്ധസ്വാത്വികമായ ദർപ്പണയക്ഷി, ഈ കേരളത്തിൽ പലയിടത്തും പ്രതിഷ്ഠയുള്ള മറ്റേ ആ മരത്തിൽ ചാരി നിന്ന് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒറ്റക്കാരെ നിൽക്കുന്ന ഭാവത്തിലൊരു പ്രതിഷ്ഠയുണ്ട്, ദർപ്പണയക്ഷി മുതൽ. അത് സാത്വികമാണ്. അവിടെ രക്തമാംസാദി പദ്ധതികളൊന്നും പതിവില്ല. വറ, പായസം, കരിക്കൊക്കെ ഉള്ളു പതിവ്. വറപൊടിയും പായസവും കരിക്കൊക്കെ ഉള്ളു പദ്ധതി പോലെ. എന്നാൽ രക്തമാംസങ്ങളുടെ തർപ്പണങ്ങളോട് കൂടിയിട്ടും അതും കഴിഞ്ഞിട്ട് ഈ വീരാരാധനയുടെ ഭാഗമായിട്ടാണ് ഈ രതിസഹിതമുള്ള ഉപാസനകൾ വരുന്നത്. ആ വീരാരാധന ക്രമത്തിലുള്ള പദ്ധതിയിലാണ് ഈ മറ്റൊരു മനുഷ്യ സ്ത്രീ ഭാര്യയാവാൻ പാടില്ല എന്നൊക്കെയുള്ള ക്രമം വരുന്നത്. അല്ലാതുള്ളതിന് അങ്ങനെയുള്ള വ്യവസ്ഥ ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടില്ല. പിന്നെ കർണപിശാചിനി പോലുള്ള യക്ഷിണീ സ്വരൂപങ്ങൾ ഏകദേശം താമസ ബന്ധമുള്ളതാണ്. അവരെ ഉപാസിക്കാനും പ്രത്യക്ഷമാക്കാനും വലിയ പാടൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ആ ഉപാസിക്കുന്നവനുണ്ടാകുന്ന ഒരു ഡീഗ്രേഡിങ്ങിൻ്റെ ആഴം ഭയാനകമാണ്. അതായത് പിശാചിനിയുടെ ഒരു പ്രീതി നേടിയതിന് ശേഷം ഉണ്ടാകുന്നത്. ശേഷം അയാൾക്ക് ഇവിടം കൊണ്ട് കാര്യം തീരുന്നില്ല. മരിച്ച ശേഷവും മുമ്പോട്ടും കിടക്കുവാണ്. അപ്പോൾ അപ്പോഴയാൾക്ക് നേരിടേണ്ടി വരുന്ന ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായ ഡീഗ്രേഡിങ് ആണ്. ഇതൊക്കെ വേറെ ഉന്നതമായ വിദ്യകളെ ഉപാസിച്ച് സിദ്ധമാക്കിയ ശേഷം താൽക്കാലികാവശ്യത്തിനായി തൽക്കാലത്തേക്ക് ഏതെങ്കിലും മാന്ത്രികന്മാർ ഇവരെയൊക്കെ സ്വാധീനിച്ച കഥകൾ കേട്ടിട്ട് നേരിട്ട് ഇവരെ സ്വാധീനിക്കാൻ ചെല്ലുന്നത് പോലൊരു അബദ്ധം വേറെയില്ല. ഈ മുമ്പുണ്ടായിരുന്ന കഥകളിലെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതത് മാന്ത്രികന്മാർ അവരുടെ സ്വന്തം കുലദേവതയായ ഉപാസനാമൂർത്തികളെയൊക്കെ ഉപാസിക്കുകയല്ല, ഉപാസിച്ച് സിദ്ധമാക്കിയ ശേഷമാണ് എന്തെങ്കിലും തൽക്കാല ആവശ്യത്തിനായിട്ട് തൽക്കാലത്തേക്ക് മാത്രമേ ഇവരെയൊക്കെ ആശ്രയിക്കണമെങ്കിൽ വന്നാൽ ആശ്രയിക്കുന്നത്. അത് അവിടെ വെച്ച് അങ്ങ് തീരുവാ. പിന്നെ വേറെ കൂടുതൽ ബന്ധമില്ല. അതെ, അതിൻ്റെ കഥകൾ കേട്ടിട്ട് നിരന്തരം ഇവർ തെറ്റിദ്ധരിച്ച് അതിന്മേൽ മുഴുകി, കർമ്മദോഷം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത്. അതെ, ജന്മം നശിപ്പിക്കുകയാണ്. ആ ജന്മം മാത്രമല്ല, മുമ്പോട്ടുള്ള ജന്മങ്ങൾ. അതേപോലെ ഇത്തരം ഉപാസകർ പ്രവേശിക്കാൻ പാടില്ലാത്ത ക്ഷേത്രങ്ങളുണ്ടോ? ഏത് ഉപാസകർ? ഇപ്പം യക്ഷിണി അല്ലെങ്കിൽ കർണപിശാചിനി, ഇപ്പം ഇത്തരം കാര്യങ്ങൾ സാത്വികമായിട്ടുള്ള ഉപാസനയാണെങ്കിൽ ക്ഷേത്രപ്രവേശനത്തിന് വിരോധമില്ല. കാരണം യക്ഷിണിയുടെ പ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലുണ്ടല്ലോ. ക്ഷേത്രങ്ങളിൽ ഉപദേവതയായിട്ട് ഒരുപാടടുത്ത് യക്ഷിണി പ്രതിഷ്ഠകളുണ്ടല്ലോ. യക്ഷിണി മുഖ്യമായിട്ടുള്ള ക്ഷേത്രങ്ങൾ തന്നെയുണ്ടല്ലോ. മായക്ഷിക്കാവ് പള്ളിക്കൽ അടൂർ പള്ളിക്കൽ മായക്ഷിക്കാവൊക്കെ യക്ഷിണി തന്നെയാണല്ലോ മുഖ്യം. അപ്പം അങ്ങനെ അതുകൊണ്ട് ക്ഷേത്രപ്രവേശനം യക്ഷിണി സാധനയ്ക്ക് വിരോധമില്ല. പക്ഷെ ഈ തമോ ഗുണപ്രധാനികളായ യക്ഷിണികളെ ഉപാസിക്കുമ്പം ക്ഷേത്ര വിഷയങ്ങളൊക്കെ പ്രസക്തമാകും. അവർക്ക് അവിടേക്ക് പോയാൽ അസ്വസ്ഥതകളുണ്ടാവും. അമ്പലത്തിനല്ല അസ്വസ്ഥത, പോകുന്നതല്ല ഈ ഉപാസകന്. കാര്യം നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ട്രിപ്പലാവുന്നതുകൊണ്ട് തന്നെ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംശയം കൂടിയുണ്ട്. അപ്പം ഈ ഒരു മനുഷ്യർക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു മറ്റുള്ളവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു അസൂയ, അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട്
എല്ലാവരും ആ ഒരു സാത്വികമായ ഭാവത്തിലായിരിക്കണം എന്നില്ലല്ലോ നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സാത്വികമായിട്ട് ചിന്തിക്കാത്ത ആളുകളായിരിക്കാം ഒരു പക്ഷേ ആഭിചാരം, ദുർമന്ത്രവാദം ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ദുഷ്ടശക്തികളെ, പലതരം ആയിട്ടുള്ള ഒരു ദുഷ്ടശക്തികൾ എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ശക്തിവിശേഷങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മറ്റ് ആളുകൾക്ക് നാശം സംഭവിക്കാനായി ഈ അധമക്രിയകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനും പല ആളുകളും ഒരു വരുമാനം കണ്ടെത്തുന്ന രീതിയിൽ തന്നെ ശത്രു സംഹാരം ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന വലിയ ഒരു ടോപ്പിക്കാണ്. അപ്പം എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഈ ശക്തികൾക്ക് പ്രത്യേകിച്ച് വിരോധമോ ഒന്നും ഇല്ലാത്ത ഒരാളെ നശിപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ഇത്തരം ക്രിയകൾ ചെയ്യുന്ന ആളുകളുടെ പിന്നീട് മുമ്പോട്ടുള്ള ഒരു യാത്ര, കാരണം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദുർമൂർത്തിയെ അല്ലെങ്കിൽ ഒരു മൂർത്തിയെ ഒരാളുടെ നാശത്തിനായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇതേ മൂർത്തി പിന്നീട് തിരിച്ചു വരികയും ആരാണോ ഈ ഒരു ടാസ്ക് അസൈൻ ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഏർപ്പെടുത്തിയത് അവരുടെ ഒരു ബൂമറാങ് കറങ്ങി വരുന്ന പോലെ അവരുടെ ഒരു നാശം സംഭവിപ്പിക്കും എന്നും പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ? ഇതിൽ ഒരു ദുർമൂർത്തി ഉപയോഗിച്ച് മറ്റൊരാളിൻ്റെ ജീവിതത്തിൽ നാശനഷ്ടങ്ങളോ പൂർണ്ണനാശമോ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പല ഘടകങ്ങൾ അവിടെ സ്വാധീനിക്കും. ഒന്ന്, ഈ പ്രതിയോഗിയുടെ കാലദോഷവും അല്ലെ കർമ്മ സുഹൃതത്തിൻ്റെ ക്ഷയവും പുഷ്ടിയും, അത് രണ്ടും അവിടെ ഘടകമാണ്. പൂർണ്ണ സുഹൃതശാലിയായ ഒരു ദേവതകളാൽ, കുലദേവതകളാൽ, ഉപാസനാമൂർത്തികളാൽ രക്ഷിക്കപ്പെടുന്ന ഒരു ആളിനെ ഇമാതിരി ദുർമൂർത്തികൾ എന്ന് അയച്ചാൽ ഒന്നും ബാധിക്കാൻ തരവില്ല. ഒരാളിൻ്റെ കാലദോഷം മൂർച്ഛിച്ചിരിക്കുമ്പം ഒന്നിൻ്റെ കൂടെ ഒരു തെള്ളെന്ന് പറയുന്ന രീതിയിൽ ഇതൊക്കെ ചിലപ്പോൾ പ്രവർത്തിച്ചേക്കാം. അത് കാലദോഷം ബാധിച്ചിരിക്കുന്ന ആളിന് മാത്രമാണ്. പിന്നെ അതിൽ കവിഞ്ഞിട്ട് നന്നായി താപസനായ ശക്തനായ ഉപാസകന് മാത്രമേ ഇത്തരം പ്രവർത്തികൾക്കുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാതുള്ളവരൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ടൊന്നും ഫലത്തിൽ വരണം എന്നൊരു നിർബന്ധവുമില്ല. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒരു കുപ്പി മദ്യമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത്രയും പൈസ മുടക്കി പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഇങ്ങോട്ട് വന്ന് അവരെയൊക്കെ വിളിച്ചാൽ പറയാമോ? അതെ. കാരണം ഇത്തരത്തിൽ മൂർത്തികളെ അങ്ങനെ സ്വാധീനിക്കാൻ ബുദ്ധിമുട്ടാണ് പൊതുവെ, അല്ലേ? ഈ ഹമാസിനെ ഒതുക്കാൻ അവർ 2 കൊല്ലം കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മൂർത്തികളുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഇവരെയൊക്കെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നോ? അതുപോലെ ഇത് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വ്യക്തിയുടെ വളർച്ചയാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് സമൂഹത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതൊരു സാമൂഹിക വിഷയമല്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരാളിൻ്റെ വളർച്ചയോ തളർച്ചയോ ആണ്. അതുകൊണ്ട് തന്നെ അത് സാമൂഹികമായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് അപൂർവം ചില അതിശക്തന്മാർക്കും അസുലഭ ദിവ്യന്മാർക്കും മാത്രം കഴിയുന്ന കാര്യവുമാണ്. അല്ലാതുള്ളിടത്തോളം ആത്മീയത, ഈശ്വരോപാസന ഇതൊക്കെ ആ ചെയ്യുന്ന ആളിൻ്റെ വ്യക്തിപരമായ വളർച്ചയും തളർച്ചയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അത് ആ വ്യക്തിയും കഴിഞ്ഞ് ഒരു കുടുംബത്തിലേക്കോ കുടുംബവും കഴിഞ്ഞ് ഒരു ദേശത്തിലേക്കോ സമൂഹത്തിലേക്കോ അത് വ്യാപിപ്പിക്കണമെങ്കിൽ ആ ആൾ അത്രമേൽ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ അങ്ങ് സുലഭമായിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികത വ്യക്തിയുടെ വളർച്ചയാണ്, വ്യക്തിയുടെ പരിണാമങ്ങളാണ്. അയാളുടെ ഉള്ളിലെ വ്യത്യാസങ്ങളും വളർച്ചകളും ഒക്കെ തന്നെയാണ്. അയാൾ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്, ഈ പറയുന്ന യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സുമായിട്ട് എത്രത്തോളം ഹാർമണൈസ് ആകുന്നു എന്നതിന് അല്ലാതാവുന്നു എന്നൊക്കെ തന്നെയാണ് ആധ്യാത്മികതയുടെ ലക്ഷണങ്ങളും അധോഗതിയുടെ ലക്ഷണങ്ങളും ഒക്കെ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഏത് ക്ഷേത്രവും ആയിക്കോട്ടെ, ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് പൈസയോ കുറച്ച് വഴിപാടോ നടത്തി എൻ്റെ ഈ കാര്യം സാധിച്ചു തരണേ എന്ന് പറയുകയും അല്ലെങ്കിൽ ഇവൻ്റെ ഈ കാര്യം നടക്കല്ലേ എന്ന് പറയുകയും സ്വന്തം ഒരു ഭൗതികമായിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് 4 തരം ഭക്തന്മാരുണ്ട്: ജിജ്ഞാസു, മുമുക്ഷു, അർത്ഥാർത്ഥി, ആർത്തൻ.
അപ്പോൾ ഇവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരാണ്. അന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. പക്ഷേ ഇത്തരം ആളുകളോട് അവരുടെ ഒരു ആത്മീയ ഉന്നതിയിലേക്ക് പോകാൻ വേണ്ടി ഒരു ഉപദേശം എന്തെങ്കിലും? എത്ര ആളുകൾ, അതായത് ഇപ്പം ചിലർക്കൊരു ധാരണയുണ്ട്, ക്ഷേത്രത്തിൽ പോയി കുറച്ച് പൈസ ഇടുക, വഴിപാട് നടത്തുക, അങ്ങനെ നടത്തിയാൽ ലോട്ടറി അടിക്കും എന്നൊക്കെയുള്ള എൻ്റെ എല്ലാ പ്രശ്നവും. അത് അവനവൻ്റെ കർമ്മത്തിന് അനുഗുണമായിട്ടുള്ള വളർച്ചയെ വരുള്ളൂ. ഇപ്പോൾ എത്ര വളമിട്ടെന്ന് പറഞ്ഞാലും വാഴയിൽ നിന്ന് തേങ്ങ വെട്ടാൻ പറ്റില്ലല്ലോ. വാഴയിൽ വാഴക്കൊല ഉണ്ടാവുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് പിന്നെ എന്ത് തന്നെയായാലും ഇപ്പോൾ അവനവൻ്റെ പൂർവ്വജന്മ കർമ്മഫല സിദ്ധാന്തത്തിൻ്റെ അനുരൂപവും അനുഗുണവും അനുസൃതവുമായിട്ടുള്ള ഫലാനുഭവ പ്രാപ്തിയെ ഈ ജന്മത്ത് വരാൻ തരമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത്ര ശക്തമായ സുഹൃതങ്ങൾ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും പർപ്പസ്ഫുള്ളായിട്ട് അയാൾ ആവിഷ്കരിക്കണം. എന്നാൽ മാത്രമേ അതിന് വ്യത്യാസം അത്ര ട്രമൻഡസ് ലെവലിൽ പ്രതീക്ഷിക്കേണ്ടു. അപ്പം ഇത് പിന്നെ അമ്പലത്തിൽ പോയി ധനത്തിന് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ രോഗമുക്തിയാദി ദുരിതമുക്തികൾക്ക് പ്രാർത്ഥിക്കുന്നതൊന്നും തെറ്റല്ല. അതെല്ലാം എൻ്റെ ഭക്തനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അർത്ഥാർത്ഥിയും ആർത്തനും എല്ലാം എൻ്റെ ഭക്തനാണ് എന്ന് ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഭഗവാൻ. അതെ, അതെല്ലാം ഭക്ത. അവർ പിന്നെ ഈ വേറൊരാൾക്ക് ഉപദ്രവം ചെയ്യാത്തിടത്തോളം പോകുന്നതിന് അവരറിയാതെ സ്വയം വളർന്നുകൊണ്ടിരിക്കും. അതായത് അത് മനസ്സിലായി. അപ്പം ഒരു പോയിന്റ് കൂടെ ക്ലിയർ ആക്കണമെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ ഒരാൾ ക്ഷേത്രത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അയാൾ മറ്റുള്ളവർക്കൊരു ദ്രോഹപരമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാശം സംഭവിക്കുന്നതായിട്ടുള്ള ചിന്താഗതിയും പ്രവൃത്തിയുമാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് അയാളുടെ ദുഷ്കൃതങ്ങളുടെ ഫലം തുടർന്നും അനുഭവിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ അയാളത് അങ്ങനെ ഒരു മറ്റുള്ള തൻ്റെ സഹജീവികളുടെ അടുത്ത് ഒരു മോശമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് അവരുടെ ഈ ഒരു കർമ്മങ്ങൾ പെട്ടെന്ന് മാറും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ നമുക്ക് അനുഭവസിദ്ധിയില്ലല്ലോ. അനുഭവസിദ്ധിയില്ല. അതെ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ വലിയ ക്ഷേത്രങ്ങളുടെ അവിടുത്തെ പൂജകളെല്ലാം നേരാവണ്ണം നടത്തിയിരുന്ന ക്ഷേത്രങ്ങളുടെ ഓണർമാരായിട്ടിരുന്ന രാജകുലങ്ങൾക്ക് രാജ്യം നഷ്ടമായിട്ടുണ്ട്. നഷ്ടമാകത്തില്ലല്ലോ. അതെ അതെ അതെ. അങ്ങനെ കർമ്മഫലങ്ങൾ ബാധിക്കത്തില്ല എങ്കിൽ. അതെ, ശരിയാണ്. അപ്പം വളരെ സന്തോഷം.